നെല്ലിക്കുഴി ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു. ഇതോടെ നെല്ലിക്കുഴി സമ്പൂർണ്ണ ഹരിത പഞ്ചായത്തായി മാറുകയും ചെയ്തു. കേരളം മാലിന്യമുക്തമായി സർക്കാർ പ്രഖ്യാപിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നെല്ലിക്കുഴിയെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചത്. ഇതോടനുബന്ധിച്ച് ടൗൺ വൃത്തിയാക്കി പൂച്ചെടികൾ വെച്ചുപിടിപ്പിക്കുകയും അജൈവ മാലിന്യ നിക്ഷേപത്തിന് ബോട്ടിൽ ബൂത്ത് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രസിഡന്റ് PM മജീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആന്റണി ജോൺ MLA ഹരിത ടൗൺ പ്രഖ്യാപനം നടത്തി. ഇവിടെ ഇത്തരമൊരു ക്യാമ്പയിൻ സർക്കാർ മുന്നോട്ട് വെക്കുന്നതിന് മുൻപേ തന്നെ കഴിഞ്ഞ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലം മുതൽ തന്നെ വളരെ ചിട്ടയോടുകൂടി ഈ ഒരു പ്രവർത്തനം ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ആ വേളയിൽ തന്നെ പലപ്പോഴും ഞങ്ങളൊക്കെ അന്ന് പല പരിപാടികളിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പങ്കെടുത്തിട്ടുള്ളവരാണ്. വലിയ തോതിൽ ജനങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രവർത്തനം വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ. അതങ്ങനെ സൂചിപ്പിക്കാൻ കാരണം നമുക്കറിയാം, നെല്ലിക്കുഴി കോതമംഗലത്തിൻ്റെ മറ്റ് പ്രദേശങ്ങൾ പോലെയല്ല, ജനസാന്ദ്രത കൂടിയ പ്രദേശമാണ്. ഏതാണ്ട് 60,000-ഓളം വരുന്ന ജനങ്ങൾ തിങ്ങി പാർക്കുന്നൊരു മേഖലയാണ്. അതിൽ തന്നെ ഫർണിച്ചർ വ്യവസായത്തിൻ്റെ ഒരു കേന്ദ്രം എന്നുള്ള നിലയിലും അതോടൊപ്പം തന്നെ ഒട്ടനവധി ഒരുപാട് സ്ഥാപനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ കോളേജുകളടക്കം പ്രവർത്തിക്കുന്ന മേഖല, അങ്ങനെ ജനസാന്ദ്രത കൂടിയ ഒരു പ്രദേശത്തിനകത്ത് പ്രത്യേകിച്ചൊരു വ്യവസായത്തിൻ്റെ കേന്ദ്രം എന്നുള്ള നിലയിലും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് മാലിന്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മുൻകാലങ്ങളിലൊക്കെ നമ്മളിവിടെ കണ്ടുവന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതെല്ലാം വളരെ കൃത്യമായ ഇടപെടലിൻ്റെ ഭാഗമായി ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ നാടിനെ മാറ്റണമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ സമയബന്ധിതമായി ഈ ഒരു പ്രവർത്തനം ഇപ്പോൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. വൈസ് പ്രസിഡന്റ് ശോഭ വിനയൻ, NB ജമാൽ, റഷീദ സലീം, അനു വിജയനാഥ്, KK നാസർ, ദീന ബാലചന്ദ്രൻ, സീന എൽദോസ്, ഷഹന അനസ്, ഷാഹിദ ഷംസുദ്ദീൻ, നൂർജ മോൾ ഷാജി, സുലൈഖ ഉമ്മർ, EM അസീസ്, M ഷാജഹാൻ, അഭിരാമി മനോജ്, ഐഷ തുടങ്ങിയവർ പങ്കെടുത്തു. നെല്ലിക്കുഴി ടൗണും ചെറുവട്ടൂർ ടൗണും തൃക്കാര്യൂർ ടൗണും നേരത്തെ ഹരിത ടൗണുകളായി പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ഹരിത ഗ്രാമപഞ്ചായത്തായി മാറി. GTV ന്യൂസ് കോതമംഗലം.